കാള പെട്ടെന്ന് കേട്ട ഉടനെ കയർ എടുക്കരുത്. ഇത് സർവ്വസാധാരണയായി നമ്മുടെ വീട്ടിലും നാട്ടിലും ഒക്കെ പറയുന്ന ഒരു പഴഞ്ചൊല്ലാണ്. എന്ന് പറഞ്ഞാൽ എന്ത് കേട്ടാലും ഉടനടി പ്രതികരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന പല വാർത്തകളും കാള പെട്ടെന്ന് കേട്ടപ്പോൾ കയറെടുക്കുന്ന പോലെയാണ്. എന്താണ് യഥാർത്ഥ വസ്തുത എന്നറിയാതെ കുറച്ച് ആളുകൾ ചാടിപ്പുറപ്പെടുകയാണ്. അതിൻ്റെ വസ്തുത, ആ സംഗതിയുടെ വസ്തുത, ആ സംഭവത്തിൻ്റെ സത്യം എന്താണെന്നറിയാതെ, അല്ലെങ്കിൽ എന്താണെന്നറിയാൻ മെനക്കെടാതെയാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങൾ ആ ജോലി വളരെ കൃത്യമായി നിർവഹിക്കുന്നത്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ചില ആളുകളായിരുന്നു കിംവദന്തികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ കിംവദന്തികൾ ഇട്ടാപ്പെട്ടത് മാത്രം സഞ്ചരിച്ച് അപ്രസക്തമാവുകയായിരുന്നു പതിവ്. ഇന്ന് സമൂഹ മാധ്യമങ്ങളാണ് കിംവദന്തി പ്രയോഗം നടത്തുന്നതും അത് നാട് നീളെ പ്രചരിപ്പിക്കുന്നതും. ഇവർ തൊടുത്തുവിടുന്ന അഭിപ്രായങ്ങൾ അവരുടെ മാത്രം വികലമായ ചിന്തയിൽ ഉരുത്തിരിഞ്ഞതാണെന്ന് മനസ്സിലാക്കിയാൽ അതിന് ചെവിടുക്കാൻ ആരും തന്നെ ഉണ്ടാകത്തില്ല. ബഹുജനം പലവിധമായതുകൊണ്ട് ഇത്തരക്കാർ ജീവിച്ചു പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കേൾക്കുന്നതും കേൾക്കാൻ ആഗ്രഹിക്കുന്നതുമായ വാർത്തകളും കിംവദന്തികളും ഒക്കെ അതിനും കുറച്ച് ആൾക്കാർ ചെവി കൊടുക്കാനുണ്ട്. കുറച്ച് നാളുകൾക്ക് ശേഷമായിരിക്കും ഇവർക്ക് വേണ്ടി കാതു കൂർപ്പിച്ചവർ വസ്തുതകൾ മനസ്സിലാക്കി എളിഭ്യരാകുന്നത്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് പോലും വിശ്വസിക്കാനാവാത്ത കെട്ട കാലമാണല്ലോ ഇന്ന്. അപ്പോൾ കാണാത്ത കാര്യം കേട്ടിട്ട് പ്രതികരിക്കാൻ പോയാലോ? കേട്ട കാര്യത്തിലെ വസ്തുതകൾ, യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ പ്രതികരിക്കുക. ഊഹാപോഹങ്ങൾ വെച്ച് അഭിപ്രായം പറയുകയോ പ്രതികരിക്കുകയോ ചെയ്താൽ അത് വിഷമിപ്പിക്കുന്നത് നിരപരാധികളെ ആയിരിക്കും എന്നും കൂടി ഓർക്കുക. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വിജയിക്കാനുള്ളതാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ശുഭദിനം നേരുന്നു.